ഇന്നലെ ഈ മത്തിയും വാങ്ങി വീട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒതുക്കാതെ പോരുന്ന മുടിയാണേ വൈകിട്ട് ചെന്ന പാടൊന്ന് ചീകി കെട്ടും. അതാണ് മെയിനായിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന പണി കേട്ടോ. അങ്ങനെ പിന്നെ മീൻ നന്നാക്കുന്ന കറി വെക്കുന്നൊക്കെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ കിണറ്റിലൊരു പൂച്ച വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കയറിട്ടൊക്കെ കുടുക്കി രക്ഷപ്പെടുത്തിയതായിരുന്നു കേട്ടോ. ആ കയറ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ കയറ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടാ പറഞ്ഞു, എടി പാവമുണ്ട്, നമുക്ക് അതിനെ കയറ് മുറിച്ച് കളയാമെന്നും പറഞ്ഞ് അതിനെ എങ്ങനെയൊക്കെയോ പിടിച്ച് മീനൊക്കെ കൊടുത്ത് പിടിച്ചു. പക്ഷേ അത് കൈക്കിട്ട് കടിച്ചു കേട്ടോ. ഏട്ടൻ്റെ കൈ നല്ലപോലെ അത്യാവശ്യം മുറിവായിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ താഴത്തെ വീട്ടിൽ നിന്ന് നല്ലേട്ടൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പോയി 2-3 ഇഞ്ചക്ഷനൊക്കെ വെച്ചു. ഇനി ഇന്നത്തെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വേണം ഇന്നത്തെ ഇഞ്ചക്ഷൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയി തിരിച്ച് വരുന്ന വഴി ഏറ്റവും കൂടുതൽ ക്ഷീണിതയായത് ഞാനാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ പറയുക, കാറിൽ കയറി ശീലമില്ലാത്തതുകൊണ്ട് കാറിൽ എപ്പോൾ കയറി അപ്പോൾ തൊട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരവാണ്. കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ള കേട്ടോ സത്യം. അങ്ങോട്ട് പോയപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ആശുപത്രിയിൽ എത്തിയിട്ടൊന്ന് കണ്ണ് തുറന്ന് തിരിച്ച് വീട്ടിലെത്തുന്നോട് വരെ കണ്ണടച്ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ താഴെ അമ്പിളി ചേച്ചിയും അച്ചമ്മയൊക്കെ ഉള്ളത് കൊണ്ട് കുടുവിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കുടു നല്ല സന്തോഷത്തോടു കൂടി അവിടെ നിന്നു കേട്ടോ. അവനെ ഞങ്ങളാക്കി പോകുമ്പോൾ ഞങ്ങൾക്ക് ടാറ്റ വരികയാണ് കേട്ടോ ചെയ്തത്. പിന്നെ രാവിലെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. സാധാരണയുള്ള പോലെ ചോറും കറിയും അടിക്കലും തുടക്കലും വാരലും പെറുക്കലും എല്ലാ പണിയും കഴിഞ്ഞു. ചായ കുടിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഓർത്ത് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവന്ന് ഞാനും കൂടും കൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് നിങ്ങളെ പറ്റിച്ചു. അപ്പോൾ ഇന്ന് ഇത്ര